ഒരു സലഫിന്റെ പുസ്തകമാണ് ശറഹു നവാഖിദുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു പുസ്തകം. ഇതിൽ എന്താ കൊടുത്തതറിയോ? കാഫിരീങ്ങളെ ലിസ്റ്റ്, പേരെടുത്തുകൊണ്ട് കാഫിരീങ്ങളെ ലിസ്റ്റ് കൊടുക്കുന്നു. ആരുടെ പേരറിയോ? 8-ാം നൂറ്റാണ്ടിലെ കാഫിരീങ്ങൾ, 9-ാം നൂറ്റാണ്ടിലെ കാഫിരീങ്ങൾ, 10-ാം നൂറ്റാണ്ടിലെ കാഫിരീങ്ങൾ എന്ന നിലക്ക് ആയിരക്കണക്കിലെ ഇമാമീങ്ങളെ പേരെടുത്ത് ഇമാം ഗസ്സാലി റളിയല്ലാഹുവിനെ പോലെയുള്ള, ഇമാം സുയൂത്തി റളിയല്ലാഹുവിനെ പോലെയുള്ള, ഈ പ്രഗൽഭരായ സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹുവിനെ പോലെയുള്ള ആയിരക്കണക്കിലെ ഇമാമീങ്ങളെ പേരെടുത്തുകൊണ്ട് അയാൾ മുശ്രിക്കാണ്, കാഫറാണ്, മുശ്രിക്കാണ്, കാഫറാണെന്ന് ഇതാ ഒരു സലഫി ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഔലിയാക്കളെയും ഇമാമീങ്ങളെയും സ്വാലിഹീങ്ങളെയും കാഫറും മുശ്രിക്കാക്കുന്ന ഏർപ്പാടല്ലാതെ ഈ വഹാബികൾക്ക് വേറെ വല്ല പണിയുമുണ്ടോ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. സമയം ചുരുങ്ങിയതുകൊണ്ട്, അനുവദിക്കപ്പെട്ട സമയം അവസാനിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സലഫി പ്രസ്ഥാനമെന്ന് പറയുന്ന ഈ ശൈത്വാനീയത്തില് നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്. ഇത് ഇബ്ലീസിന്റെ പ്രസ്ഥാനമാണ്, ശൈത്വാനിന്റെ കൊമ്പ്. വബിഹായതുൽ ഖർനു ശൈത്വാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ വഫീ യമനിനാ, അല്ലാഹുവേ ഞങ്ങളെ ശാമിലും യമനിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ് എന്ന് ദുആരന്നപ്പോ സ്വഹാബത്ത് പറയുന്നു, നബിയേ വഫീ നജ്ദിനാ യാ റസൂലല്ലാഹ്, നജ്ദിലേക്കും ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യണേ നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും രണ്ടാമത് ദുആരക്കുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ വഫീ യമനിനാ, അല്ലാഹുവേ ഞങ്ങളെ ശാമിലും യമനിലും ദുആ നീ ബറക്കത്ത് ചെയ്യണേ. സ്വഹാബത്ത് വീണ്ടും ആവശ്യപ്പെടുന്നു, നജിദിൽ ബറക്കത്തുണ്ടാകാൻ നിങ്ങൾ ദുആ ചെയ്യണേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, വബിഹാ യതുലു ഖർനു ശൈത്താൻ, നജിദിൽ ഒരു ശൈത്താനിന്റെ കൊമ്പുദിക്കാനുണ്ട് കേട്ടോ. നജിദിൽ ഒരു ശൈത്താനിന്റെ കൊമ്പുദിക്കാനുണ്ട്. അഥവാ ഒരു ശൈത്താനിന്റെ ആശയം കൊണ്ടുവരുന്ന ഒരു മനുഷ്യൻ വരും. ആരാണത്? മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു. അത് സലഫി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ഇബ്നു അബ്ദുൽ വഹാബിനെ പറ്റിയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്ന് മഹാനായ സൈനി ദഹ്ലാനെ പോലെയുള്ള മഹാന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. ആ പൈശാചികമായ ആശയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വഹാബിസം എന്നത്. അതുകൊണ്ടല്ലേ മഹാനായ ഇമാം സ്വാമി റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീൽ രേഖപ്പെടുത്തിയത് കാണാം, ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്താൻ, വഹാബികളെ ശൈത്താൻ ആധിപത്യം ചെയ്തിട്ടുണ്ട്. അവർ പൈശാചികമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരാണ്, പിശാചിന്റെ ആശയങ്ങൾ പഠിപ്പിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ റസൂലിനെ തരം താഴ്ത്തുന്നു. എന്തിനേറെ പറയണം, അല്ലാഹുവിനെ സംബന്ധിച്ച് ഒരു വിഗ്രഹത്തിനെ പോലെ അസങ്കൽപ്പിക്കുകയും ആകാശത്തിൽ അർശിന്റെ മുകളിൽ അല്ലാഹു ഇരിക്കുന്നു, അല്ലാഹുവിന് 2 കൈകളുണ്ട്, അല്ലാഹുവിന് 2 കണ്ണുകളുണ്ട്, അല്ലാഹുവിന് 2 കാതുകളുണ്ട്, അല്ലാഹുവിന് അതാ പാദങ്കാലുണ്ട്, അല്ലാഹുവിന് ഉടലുണ്ട് എന്നിങ്ങനെ അല്ലാഹുവിനെ മഖ്ലൂക്കിനെ പോലെ, സൃഷ്ടികളെ പോലെ കാണുകയും ആകാശത്തിൽ ഒരു ബുദ്ധിനെ പോലെ അല്ലാഹുവിനെ പ്രതിഷ്ഠാപിക്കുകയും ചെയ്യുന്ന ഇവർക്കുണ്ടോ തൗഹീദ്? ഇവർ തൗഹീദ് എന്ന് പറയുന്നു എന്നല്ലാതെ ഇവർക്ക് അല്ലാഹുവിനെ മനസ്സിലായിട്ടില്ല. ഇവർക്ക് തൗഹീദിനെ പറ്റി ഒരു ചുക്കും ഇവർക്കറിയില്ല. അല്ലാഹുവിനെ സൃഷ്ടികളോട് സാദൃശ്യമാക്കുന്നവരാണ് മഹാന്മാരായ ഇമാമിങ്ങൾ. പറഞ്ഞില്ലേ, അല്ലാഹുവിന് അവയവമാകുന്ന കൈയുണ്ടെന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അല്ലാഹുവിന് അവയവങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇസ്ലാമിൽ അവന് മെമ്പർഷിപ്പ് ഉണ്ടാകൂല. എന്നാ സർവ്വ സലഫിയോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, അല്ലാഹ്ക്ക് കൈയുണ്ടോ? അതെ, അല്ലാഹ്ക്ക് കൈയുണ്ട്. അല്ലാഹ്ക്ക്
കാലുണ്ട്, അള്ളാഹ്ക്ക് മുഖമുണ്ട്, അള്ളാഹ്ക്ക് കണ്ണുണ്ട്. ഇതെല്ലാം മക്ക മുശ്രിക്കീകൾ അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കൽ വന്നെന്ന് പണ്ട് ചോദിച്ചിട്ടുണ്ട്. നബിയേ സിഫ്ലനാ റബ്ബക്, ഓ മുഹമ്മദേ നിന്റെ റബ്ബിനെ പറ്റി ഞങ്ങൾക്കൊന്ന് പറഞ്ഞതാ. ആ നിന്റെ റബ്ബ് സ്വർണത്തിൻ്റെതാണോ വെള്ളിൻ്റെതാണോ എന്ന് മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോ അപ്പോൾ ഇറങ്ങിയ സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്. അല്ലാഹു ഒരുവനാണ്, അവന് കൈകാലുകളില്ല, അവന് അവയവങ്ങളില്ല. അവയവങ്ങൾ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ മുസ്ലിമല്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സലഫികളെ പിന്നാലെ പോയാൽ ഈമാനോടെ മരിക്കാൻ കഴിയില്ല, തൗഹീദോടെ മരിക്കാൻ കഴിയില്ല. അല്ലാഹുവിനെ പറ്റി തന്നെ വിശ്വാസം ശരിയില്ലാത്തവരെ കൂടെ കൂടിയാൽ റബ്ബ് നമ്മുടെ അമലുകളൊന്നും സ്വീകരിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 15 വിഷയങ്ങളിൽ അപമാനിക്കുന്നവരാണ്, ഔലിയാക്കളെ പരിഹസിക്കുന്നവരാണ്, ആലിമീങ്ങളെ തെറി വിളിക്കുന്നവരാണ്, അതേ സാദാത്തികളാകുന്ന അഹ്ലു ബൈത്തിനെ തമാശയാക്കുന്നവരാണ്, മുതഅല്ലിമീങ്ങളെ പരിഹസിക്കുന്നു. അല്ലാഹു ആരെല്ലാം ബഹുമാനിച്ചിട്ടുണ്ടോ അവരെല്ലാവരെയും നിസ്സാരപ്പെടുത്തുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് സലഫികളാണ് കേട്ടോ. അതുകൊണ്ട് അവർ നടത്തുന്ന മദ്രസയിലേക്ക് നിങ്ങളെ മക്കളെ അയക്കല്ലേ, അവർ നടത്തുന്ന സ്കൂളിലേക്ക് നിങ്ങളെ മക്കളെ കടത്തിയാൽ നാളെ ആ മക്കൾ സലഫിയായി മാറിയാൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ മക്കളെ കാക്കുമാറാവട്ടെ. നമ്മളെ മക്കളോ നമ്മുടെ സന്താന പരമ്പരയിൽ ഒരാളെയും അല്ലാഹു വഹാബിയാക്കാതിരിക്കുമാറാവട്ടെ. നമ്മളെ ചില രക്ഷിതാക്കൾക്കുണ്ട്. സലഫികൾ ഇപ്പോ ആളുകളെ സ്വാധീനിക്കുന്നത് എങ്ങനെയാ? അവർ സ്കൂൾ ഉണ്ടാക്കും. അപ്പൊ നമ്മളെ രക്ഷിതാക്കൾ പറയും സ്കൂളല്ലേ, അതിലിപ്പോ ഗവൺമെന്റ് കൊടുക്കുന്ന സിലബസ് അല്ലേ ഇവിടെ നിന്ന് പഠിപ്പിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ ഒരു മോറൽ ക്ലാസ് നടത്തും സലഫികളെ സ്കൂളിൽ. അതിലവർ പഠിപ്പിക്കുന്നത് എന്താ? അതിൽ പഠിപ്പിക്കുന്നത് അവരെ വഹാബി ആശയോ. ഞാൻ മുമ്പ് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇതുപോലെ ഒരു പെൺകുട്ടി, സുന്നിയായ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ജമാഅത്ത് ഇസ്ലാമിന്റെ സ്കൂളിലേക്ക് അയച്ചു. സ്കൂളല്ലേപ്പാ, അവരെ മദ്രസയിലേക്കല്ലേ അയച്ചു, സ്കൂളിലേക്കല്ലേ. അങ്ങനെ ആ സ്കൂളിലേക്ക് അയച്ചു. ആ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണുങ്ങൾ മരിച്ചപ്പോ ആ പെണ്ണവിടെ പറയാ, മരിച്ചെടുത്ത് ഖുർആൻ ഓതാൻ പാടില്ല, യാസീൻ ഓതാൻ പാടില്ല. ആര്? ജമാഅത്ത് ഇസ്ലാമിന്റെ സ്കൂളിലേക്ക് പോയ പെൺകുട്ടി. അപ്പൊ അവിടെ പഠിപ്പിക്കുന്നത് വിദേഹത്തിന്റെ ആശയങ്ങളാണ്. അവിടെ സ്കൂൾ മാത്രമല്ല പഠിപ്പിക്കുന്നത്, അവിടെ വിദേഹത്തിന്റെ ആശയം പഠിപ്പിക്കുന്നു. നിങ്ങളെ മക്കളെ അവർ വഹാബിയാക്കി മാറ്റുന്നു. എത്രത്തോളം? ഒരു മാസം മുമ്പ് എൻ്റെ അടുത്ത് പഠിച്ച ഒരു ശിഷ്യൻ, മംഗലാപുരത്ത് ഒരു മദ്രസയിൽ മുഅല്ലിമായി ജോലി ചെയ്തിരുന്നവൻ, എൻ്റെ അടുത്ത് വന്ന് ഒരു ദിവസം പറഞ്ഞു, ഉസ്താദേ 3-ാം ക്ലാസ് മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടി ഞങ്ങളോട് ചോദിക്കുകയാണ്, ഉസ്താദേ അല്ലാഹ് ഉണ്ടോ ചോദിക്കുക. എന്തേ? ഈ കുട്ടി പോയി പഠിക്കുന്നത് ക്രിസ്ത്യാനികളെ സ്കൂളിൽ. അവിടെയുള്ള ടീച്ചേഴ്സ്മാർ, അതുപോലെ കോളേജിൽ പഠിപ്പിക്കുന്ന പ്രൊഫസർമാർ ഇന്ന് അധികവും നിരീശ്വരവാദികളാണ്, അല്ലാഹ് ഇല്ല എന്ന് പറയുന്നവരാണ്. അവർ അവരുടെ തത്വങ്ങൾ ഈ കുട്ടികളുടെ തലയിൽ ഇട്ടുകൊടുക്കുന്നു. അള്ളാഹുവിനെ പറ്റി തന്നെ സംശയം വന്നാൽ കുട്ടികൾ കൽബിലേക്ക് ആ ചെറുപ്പത്തിൽ ആ സംശയം ഇട്ടുകൊടുത്താൽ പിന്നെ ആ കുട്ടിന്റെ ഈമാൻ ശരിയാകുമോ? അതുകൊണ്ട് കുട്ടികളെ നാം എവിടത്തേക്കാണോ അയക്കുന്നത് സൂക്ഷിക്കണം. വഹാബിന്റെ സ്കൂളിലേക്ക് നിങ്ങളെ മക്കളെ അയച്ചു കൊടുത്തു, ആ മക്കളെ നിങ്ങൾ സ്വയം നിങ്ങളെ കൈകൊണ്ട് വഹാബിയാക്കി മാറ്റിയാൽ നാളെ ആഖിറത്തിൽ നിങ്ങൾ അതിന് ഉത്തരം പറയേണ്ടി വരും. എന്റെ രക്ഷിതാക്കളെ, ഇത് നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. നിങ്ങൾ എവിടെ കടത്തിയാലും ഏത് സ്കൂളിലേക്ക് കടത്തിയാലും എനിക്കൊരു നയാ പൈസ നഷ്ടവും ഇല്ല, എനിക്കതിൽ ലാഭവും ഇല്ല. പക്ഷേ ഇതിന്റെ നാശം, ഇതിന്റെ നഷ്ടം നിങ്ങൾ അനുഭവിക്കേണ്ടി തന്നെ വരും. നിങ്ങൾ മരിച്ചതിന്റെ ശേഷം നിങ്ങളെ ഖബറിലേക്ക് ഒരു ഫാത്തിഹ പോലും കിട്ടൂല, ഒരു ഫാത്തിഹ പോലും നിങ്ങൾക്ക് കിട്ടൂല.
സുബ്ഹാനല്ലാഹ്. ഫാത്തിഹ പോകട്ടെ. പിന്നീട് അതിലേക്ക് പോയാൽ നിങ്ങൾ ചോറ് കൊടുത്ത് പോറ്റി വളർത്തിയ നിങ്ങളെ പൊന്നുമോനോ നിങ്ങളെ പൊന്നുമകളോ എന്താ പറയാ? എന്റെ ബാപ്പ മുശ്രിക്കാണ്, എന്റെ ഉമ്മ മുശ്രിക്കത്താണ്. ഇതായിരിക്കും അവർ പിന്നീട് പറയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പവിത്ര സന്ദേശം പവിത്ര സന്ദേശം മംഗലാപുരത്ത് നിറങ്ങുന്ന അവരൊരു മാസികയുണ്ട്, പവിത്ര സന്ദേശ എന്ന് പറയുന്നൊരു പുസ്തകം. ആ പുസ്തകത്തിലെ ഒരു ചോദ്യവും ഒരു മറുപടിയും വായിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ എന്തിനാ ഇത് വായിക്കുന്നത്? വഹാബികളെ സ്കൂളിലേക്കും അവരെ സ്ഥാപനങ്ങളിലേക്കും നിങ്ങളെ മക്കളെ, സ്വന്തം മക്കളെ നിങ്ങളെ കൈകൊണ്ട് നിങ്ങൾ അവിടെ പോയി ചേർത്തിട്ട് നിങ്ങളെ മക്കളെ നിങ്ങൾ വഹാബികളാക്കല്ലേ, നിങ്ങളെ മക്കളെ സലഫികളാക്കല്ലേ. നിങ്ങൾക്ക് നാശമാണ് കേട്ടോ. ഞാനൊരു ചോദ്യവും ഒരു മറുപടിയും വായിച്ചേൽപ്പിക്കാം. കന്നഡയിലാണ് ചോദ്യം, അതിന്റെ മറുപടിയും കന്നഡയിലാണ്. ഞാൻ വെറുതെ പറയുന്നതാണോ നിങ്ങൾ ഒന്ന് ആലോചിച്ചു. എന്താ ചോദ്യം? ഇത് മൈക്കാലത്തെ നടക്കുന്ന സലഫികളെ ബുക്കാണ്, 2010 ഇറങ്ങിയത്. ഇതിന്റെ ബൈൻഡ് അടക്കമുണ്ട്, ഒറിജിനൽ കോപ്പിയാണ്. അതിലൊരു ಫತ್ವಯುಂಟು, ഒരു ചോദ്യമുണ്ട്. ನಮಾಜ್ ಮಾಡುವುದು, ಉಪವಾಸಾಚರಿಸುವುದು ಮತ್ತು ಇಸ್ಲಾಮಿನ ಎಲ್ಲಾ ಅರ್ಕಾನುಗಳನ್ನು ಸಂದಾಯ ಮಾಡುವುದರೊಂದಿಗೆ ಅಲ್ಲಾಹೇತರೊಂದಿಗೆ ಪ್ರಾರ್ಥಿಸುವ ವ್ಯಕ್ತಿ 6972ನೇ ಸಂಖ್ಯೆಯ ಫತ್ವ. ചോദ്യം എന്തറിയോ? ഇല്ലൊಬ್ಬ വ്യക്തി നമാസ് ಮಾಡುತ್ತಾನೆ, ഉപവാസാചരിಸುತ್ತಾನೆ ಮತ್ತು ഇസ്ലാമിನ എല്ലാ അർക്കാനുകളും സന്തായം ಮಾಡುತ್ತಾನೆ. അതായത് ഒരാള് നിസ്കരിക്കുന്നു, ഹോമോക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഇതെല്ലതൊരൊന്തിಗೆ ಆತ ಅಲ್ಲಾಹೇತರೊಂದಿಗೆ ಪ್ರಾರ್ಥಿಸ್ತಾನೆ എന്ന് പറഞ്ഞാൽ ഔലിയാക്കളോട് സഹായം ചോദിക്കുന്നു. ಅಂದರೆ ഔലിയാക്കളನ್ನು ತವಸ್ಸುಲ್ ಮಾಡುತ್ತಾನೆ ಮತ್ತು ಅವರೊಂದಿಗೆ ಸಹಾಯ ಬೇಡುತ್ತಾನೆ. മുഹിയുദ്ദീൻ ಶೇಖനെ, അതുപോലെ സിയമുലുല്ലാനെ, അതുപോലെ ಅಜ್ಮೀರ್ ಖಾಜನಕ್ಕೆ ವಿಳಿക്കുന്നു. ಲಾಭವನ್ನು ತರಲು ಮತ್ತು ಕಷ್ಟವನ್ನು ದೂರೀಕರಿಸಲು ಅವರಿಗೆ ಸಾಮರ್ಥ್ಯ ಇದೆ ಎಂದು ಆತ ನಂಬುತ್ತಾನೆ. ಹಾಗಾದರೆ ಮುವಹಿದ್ಗಳಾಗಿರುವ ಅಲ್ಲಾಹನೊಂದಿಗೆ ಶಿರ್ಕ್ ಮಾಡದ ಆತನ ಮಕ್ಕಳು ಅವನ ವಾರಿಸುದಾರರಾಗುವರೇ ಎಂದು ತಿಳಿಸಿರಿ. ಅಲ್ಲಾಹು ನಿಮಗೆ ಉತ್ತಮ ಪ್ರತಿಫಲ ನೀಡಲಿ. ചോദ്യം മനസ്സിലായല്ലോ? ഇങ്ങനെ സുന്നിയായ ഒരു ബാപ്പ, ആ സുന്നിയായ ബാപ്പ മരിച്ചാൽ ആ ബാപ്പാന്റെ സലഫിയായ മകനിക്ക് ഈ ബാപ്പാന്റെ സ്വത്ത് കിട്ടുമോ എന്നാ ചോദ്യം. മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? സുന്നിയായ ബാപ്പ മരിച്ചാൽ സലഫി മകനാണ്, മകൻ സലഫിയാണ്, ആ മകനിക്ക് സുന്നിയായ ബാപ്പാന്റെ സ്വത്ത് കിട്ടുമോ? മറുപടി, ಸಲಫಿ കൊടുത്ത ಮರುವಡಿ കേട്ടോ. ನಮಾಜ್ ಮಾಡುತ್ತಾ, ಉಪವಾಸಾಚರಿಸುತ್ತಾ, ಇಸ್ಲಾಮಿನ ಅರ್ಕಾನುಗಳು ಸಂದಾಯ ಮಾಡುತ್ತಾ ಇರುವುದರೊಂದಿಗೆ ಮರಣ ಹೊಂದಿದವರು, ಅನುಪಸ್ಥಿತಿಯಲ್ಲಿರುವವರು, ಮಲಕ್ಕುಗಳು ಮೊದಲಾದವರೊಂದಿಗೆ ಸಹಾಯ ಬೇಡುವವನು ಮುಶ್ರಿಕ್ ಆಗಿದ್ದಾನೆ. ಕೇಟೋಳು, ಅವನಿಗೆ ಉಪದೇಶ ನೀಡಿದ ಬಳಿಕವೂ ಅವನು ಅದನ್ನು ಸ್ವೀಕರಿಸದೆ ತನ್ನ ವಿಶ್ವಾಸದಲ್ಲೇ ದೃಢವಾಗಿ ನಿಂತು ಮರಣ ಹೊಂದಿದ್ದರೆ ಅವನು ಹಿರಿಯ ಶಿರ್ಕ್ ಮಾಡಿದ ಮುಶ್ರಿಕ್ ಆಗಿರುವುದರಿಂದ ಇಸ್ಲಾಮಿನಿಂದ ಹೊರ ಹೋಗುತ್ತಾನೆ. എനിക്ക് കേട്ടോളൂ, ആ ബാപ്പ മരിച്ചാൽ എന്താ ചെയ്യേണ്ടത് കേട്ടോ? അവന മൃതദേഹವನ್ನು മീരിസമാറതു. സുന്നിയായ ബാപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല. ಅವನಿಗೆ ಜನಾಸ ನಮಾಜ್ ನಿರ್ವಹಿಸಕೂಡದು. ಸುನ್ನಿಯಾಯ ಬಾಪಾന്റെ ಮಯ್ಯത്ത് ಸ್ಕರಿക്കാൻ പാടില്ല. മുസ്ലിമರ ഖബർസ്ഥാനದಲ್ಲಿ ಅವನನ್ನು ದಫನ ಮಾಡಬಾರದು. ಮುಸ್ಲಿಮಿನ ಮರಮಾಡುന്ന ഖബർസ്ഥാനിൽ സുന്നിയായ ബാപ്പാനെ ഖബറടക്കാൻ പാടില്ല. കേട്ടോളൂ, ഇനിയും അവനിಗೋಸ್ಕರ മഗ്ഫിറത്തിಗಾಗಿ പ്രാർത്ഥിಸಲೂಬಾರದು. സുന്നിയായ ബാപ്പാക്ക് വേണ്ടി അല്ലാ എന്റെ ബാപ്പാന്റെ ദോഷങ്ങൾ നീ പുറത്തു കൊടുക്കണേ എന്ന് സലഫിയായ മോൻ ദ്വാരക്കാൻ പാടില്ല. ഇതാണ് പഠിപ്പിക്കുന്നതവർ, ഇതാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ കാഫറാണ്, മുശ്രിക്കാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ മക്കൾ ദുആ ചെയ്യൂല. നീ മരിച്ച സ്വന്തം ബാപ്പ 15-20 വയസ്സ് വരെ പാന്റും ഷർട്ടും കൊടുത്ത്, ഭക്ഷണം കൊടുത്ത്, വെള്ളം കൊടുത്ത്, എല്ലാം കൊടുത്ത് പോറ്റിയ മോന് അവസാനം നിങ്ങൾക്ക് ചെയ്യുന്ന നന്ദി നിങ്ങൾ കാഫറും മുശ്രിക്കാണ് എന്നാ. അതുകൊണ്ട് ഈ പറയുന്നൊരവസ്ഥയിലേക്ക് നിങ്ങളെ മക്കളെ നിങ്ങളെ സ്വന്തം കൈകൊണ്ട് നിങ്ങൾ ചെയ്താൽ നാളെ വിരൽ കടിക്കേണ്ടി വരും എന്റെ രക്ഷിതാക്കള്. വിഷയം ഗൗരവമാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പഠിപ്പിക്കുന്ന സ്കൂളുകളിലേക്ക് മാത്രമേ നിങ്ങൾ ചേർക്കാൻ പാടുള്ളൂ. ഇതുപോലെ ബിദ്അത്തിന്റെയും അതുപോലെ സുന്നികളെ മുശ്രിക്കാക്കി നടക്കുന്ന ഈ കൂട്ടരെ സ്കൂളിലേക്ക് നിങ്ങൾ അയക്കുകയും അവരെ കൂടെ, അങ്ങനെയുണ്ടല്ലോ നമ്മൾ ചില ആളുകൾ, ഈ പണക്കാരുണ്ട്, അവർക്ക് ദീനല്ല വലുത്, അവർക്ക് അവരെ ബിസിനസ്സാ വലുത് അല്ലേ? അവരെ ബിസിനസ് തകരുമ്പോ അവർക്ക് ഭയങ്കര രോഷം ഉണ്ടാക്കുന്നില്ലേ? ഒരു ബിസിനസിന്റെ ഒരു കച്ചവടം നടത്തുന്ന ആള് അയാളെ ബിസിനസിന് തകരാറ് വരുത്തുന്ന എന്തെങ്കിലും വന്നാൽ അയാൾ സഹിക്കോ? ഇല്ല.
അത് സഹിക്കൂല. പക്ഷെ ദീനിൽ എന്ത് ഫസാദ് ഉണ്ടായാലും അയാൾക്ക് പ്രശ്നമല്ല. അവനക്ക് സലഫിയും പറ്റും, അവനക്ക് ജമാഅത്ത് ഇസ്ലാമിയും പറ്റും, അവൻ ഔലിയാക്കളെ കാഫിറാക്കിയാലും കുഴപ്പമില്ല, ബാപ്പാനെ കാഫിറാക്കിയാലും കുഴപ്പമില്ല, അള്ളാഹിന്റെ റസൂലിനെ സാധാരണക്കാരനാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അള്ളാഹിന്റെ റസൂലിന്റെ ഉമ്മയും ബാപ്പും കാഫിറാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഔലിയാക്കളെ കാഫിർ എന്ന് വിളിച്ചാലും കുഴപ്പമില്ല. അവന്റെ ബിസിനസ്സിന് ഒരു കുഴപ്പം പറ്റിയില്ലെങ്കിലും മതി. പിന്നെ പള്ളിയിലെ ഉസ്താദിനെ ഓർഡർ ചെയ്യും, സലഫിനെ പറ്റി മിണ്ടാൻ പാടില്ല, ജമാഅത്ത് ഇസ്ലാമിന്റെ ശുദ്ധി എടുക്കാൻ പാടില്ല, കാരണം എന്റെ കമ്പനിയിൽ പാർട്ട്ണർ സലഫിയാണ്, എന്റെ കച്ചവടത്തിന്റെ പാർട്ട്ണർ വഹാബിയാണ്, അതുകൊണ്ട് സലഫിനെ പറ്റി മിണ്ടാൻ പാടില്ല. എടോ, അള്ളാന്റെ ദീന് പറയാൻ തടുക്കാൻ നിനക്കാരടോ അധികാരം നിന്നത്? ഖതീബിന് ദീന് പറയാൻ അധികാരമുണ്ട്. ഖതീബ് ദീന് പറയാനുള്ള ആളാ. അത് നിശ്ചയിക്കേണ്ട ആള് കമ്മിറ്റിയല്ല, പ്രസിഡന്റ് അല്ല. ദീൻ എന്താണോ അത് ഖതീബ് പറയണം, പണ്ഡിതന്മാർ പറയണം. നീ നടത്തേണ്ടത് പള്ളിയിൽ കക്കൂസിൽ പാട്ടയുണ്ടോ, അല്ലെങ്കിൽ പള്ളി വൃത്തിയുണ്ടോ, പള്ളിയിൽ എവിടെയെങ്കിലും കരണ്ടുണ്ടോ, ബൾബുണ്ടോ, അത് നോക്കി നടക്കേണ്ട പണിയാണ് എനിക്കുള്ളത്. ദീന് പറയത് ഏത് പറയണം ഏത് പറയണ്ട എന്ന് ഓർഡർ ചെയ്യാൻ കമ്മിറ്റിക്കാരെ നിങ്ങൾക്ക് അധികാരമില്ല. അത് ഉലമാവിന് അധികാരമുള്ളൂ. കമ്മിറ്റി ഉസ്താദുമാരെ ബായി കെട്ടാനും ബായി തുന്നാനും നടക്കണ്ട, അതിന് അധികാരം നിങ്ങൾക്കില്ല. പള്ളിയിൽ പ്രസിഡന്റ് ആവുക, സെക്രട്ടറി ആവുക, കമ്മിറ്റി ഭാരവാഹി ആവുക എന്ന് പറഞ്ഞാൽ പള്ളി ഭരിക്കാൻ അധികാരം ഇവിടെ ആയിരിക്കില്ല. പള്ളി അള്ളാന്റേതാ, പള്ളി അള്ളാന്റേതാണ്. അള്ളാന്റെ പള്ളിയിൽ അധികാരം ആയിരിക്കാ ഉള്ളത്? നീ പള്ളിന്റെ ഒരു ഖിദ്മത്ത് എടുക്കുന്ന ഖാദിമു മാത്രമാണ്, പള്ളിയിലെ ഒരു ജോലിക്കാരൻ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, മറ്റേതാണ്, വലക്കയാണെന്നൊക്കെ പറഞ്ഞിട്ട് അഹങ്കാരം കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പള്ളിയുടെ ഖാദിമു മാത്രമാണ്. ഈ ചിന്തയാണ് ഏതൊരു കമ്മിറ്റിക്കാരന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. ഉസ്താദുമാരെ തൊള്ള കെട്ടാനും ബായി കെട്ടാനും ലോകത്ത് ഒരാളും അതിന് പോകേണ്ടതില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഏത് പണക്കാരനെയും റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് വരെ ഒരു പണക്കാരനും പേടിച്ചുകൊണ്ട് ദീന് പറയുന്നത് തൊട്ട് മാറി നിന്നിട്ടില്ല. ഒരു സലഫിക്കെതിരെ പ്രസംഗിക്കുന്നത് തൊട്ട് നിർത്തിയിട്ടുമില്ല. എനിക്ക് ഒരു പണക്കാരന്റെ പേടിയുമില്ല, ഒരാളെ പേടിയുമില്ല. കാരണം ആരുടെ ചെലവ് കൊണ്ട് നടക്കുന്ന ആളല്ല ഞാൻ, ഒരാളുടെ 5 പൈസ വാങ്ങിയിട്ട് നടക്കുന്ന ആളുമല്ല ഞാൻ. എനിക്ക് ഒരു പണക്കാരന്റെയും ഭിക്ഷ വേടി നടക്കേണ്ട ഗതികേട് റബ്ബ് ഇതുവരെ തന്നിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ദീന് അത് പറയേണ്ടതുപോലെ പറയണം, അതിനെ മൂടി വെക്കാൻ പറ്റൂല. ഉലമാവും അങ്ങനെ തന്നെ ചെയ്യണം, ഉസ്താദുമാരങ്ങനെ തന്നെ ചെയ്യണം. എൻ്റെ ജോലി പോകുമെന്ന് പേടി പഠിച്ച് ദീന് പറയാതിരിക്കണ്ട. അള്ളാഹുവിന്റെ ദീന് പറയ തന്നെ വേണം. അത് ജോലി പോയാൽ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു ജോലി തരും, വേറെ സ്ഥലത്ത് ജോലി ഉണ്ടാകും. മനസ്സിലായില്ലേ? ഇപ്പൊ റമദാനാകുമ്പോ പല സ്ഥലത്ത് ഉസ്താദന്മാരെ പിരിച്ചുവിടാ. എന്തിന്? അയാള് മറ്റേത് പറഞ്ഞു, ഇത് പറഞ്ഞു. ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അള്ളാഹുവിന്റെ പള്ളികളിൽ ഉസ്താദുമാരെ അനാവശ്യമായി പിരിച്ചുവിടുന്ന ചില ഫിത്ന ചില ആളുകളുണ്ട്. അവർക്ക് അതിന്റെ ശാപങ്ങൾ അവർക്കോ അവരെ കുടുംബത്തിനും അതിന്റെ ശാപം തട്ടാതിരിക്കാറില്ല. അനുഭവമാണത്. ഒരാളുടെ കണ്ണിൽ വേദന ഉണ്ടാക്കി, കണ്ണുനീര് വരുത്തി, മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് അനാവശ്യമായ ഉസ്താദിന് ദീന് പറഞ്ഞതിന്റെ പേരിൽ പിരിച്ചുവിട്ടാൽ നിന്നെ കെട്ടിടാൻ റബ്ബുണ്ട് എന്ന കാര്യം നീ മറക്കണ്ട. നിന്റെ അധികാരത്തിന്റെ പവർ കൊണ്ടോ നിന്റെ പൈസന്റെ പവർ കൊണ്ടോ ഉസ്താദിനെ പിരിച്ചുവിടാം, ഉസ്താദിനെ കെട്ടിയിടാം. പക്ഷേ റബ്ബിനെ കെട്ടിടാൻ നിന്നെ കൊണ്ട് കഴിയില്ല. അത് നീ ഓർത്തോ. നിന്റെ പണം കൊണ്ട് പാവപ്പെട്ട ഉസ്താദിന് ഒരു 10,000 ഉറുപ്പിക ശമ്പളത്തിന് ജോലി ചെയ്യുന്ന പാവപ്പെട്ട ഉസ്താദിനെ കെട്ടിടാൻ നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ റബ്ബിനെ കെട്ടിടാൻ നിന്നെ കൊണ്ട് കഴിയില്ലല്ലോ. നിന്നെ തന്നെ റബ്ബ് കെട്ടിയിടും. ഈ ഓർമ്മ നിനക്കുണ്ടാകണം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അള്ളാഹുവിന്റെ ദീന് പറയുന്നതിന് തൊട്ട്, സുന്നത്ത് ജമാഅത്ത് പറയുന്നതിന് തൊട്ട് ഒരാളും ഒരാളെയും തടുക്കണ്ട. അള്ളാഹുവിന്റെ ദീന് പറയട്ടെ, അത് ദീനുള്ളതാണ്, ദീനുള്ളത് പറയണം, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. അപ്പോഴേ അവരവരെ ഉത്തരവാദിത്വം നിർവഹിച്ചരാവുകയുള്ളൂ. അതുപോലെ തന്നെ ഉസ്താദുമാർ, ഞാൻ പറഞ്ഞല്ലോ, ഭക്ഷണത്തിനെ പേടിച്ചോ, പണത്തിനെ കൊതിച്ചോ, പണക്കാരനെ കൊതിച്ചോ, ആചാരന്റെ പൈസനെ കൊതിച്ചോ, ദീന് പറയുന്നത് തൊട്ട് മാറി നിൽക്കാനും പാടില്ല. അള്ളാഹുവിന്റെ ദീന് പറയണം. ആചാരിൽ നിന്ന് കിട്ടുന്ന ഒരു 10,000 ഉറുപ്പിക അല്ലെങ്കിൽ ഒരു നക്കാപിച്ചകൾ 500 രൂപ കിട്ടും റമദാനാകുമ്പോ, അത് കിട്ടാതെയായി പോകുന്നു പേടിച്ച് അള്ളാഹിന്റെ ദീന് പറയാതിരിക്കണ്ട. അയാൾ 500 കിട്ടിയില്ലെങ്കിൽ മറ്റൊരു ഭാഗത്ത് 5,000 രൂപ കിട്ടും. ആ വിശ്വാസം, ആ തവക്കുൽ വേണം ഉസ്താദുമാർ.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ദീന് അത് പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് മാത്രമാണ്. ആ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം, സുന്നത്തും ജമാഅത്ത് ഉൾക്കൊണ്ട് ജീവിക്കണം, സുന്നിയായി ജീവിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അർഹമുർ റഹീമീനായ മാലിക്കുൽ മുലൂക്കായ അള്ളാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും നീ ഈമാനോടുകൂടിയുള്ള തഖ്വയോടുകൂടിയുള്ള ജീവിതം നൽകണേ റഹ്മാനെ. തഖ്വയോടുകൂടിയുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. എല്ലാ മുസീബത്തുകളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ.